ഇന്ത്യ സൗത്ത് ആഫ്രിക്ക T20 പരമ്പരയിലെ 5-ാം മത്സരം ഇന്നാണ് നടക്കാനായിരിക്കുന്നത്. 2026 T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ സ്ക്വാഡ് പ്രഖ്യാപനത്തിലേക്ക് അധികം സമയം ഇനി ബാക്കിയില്ല. മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് T20 ലോകകപ്പ് സ്ക്വാഡ് പ്രഖ്യാപനത്തിൽ ഒരു ചോദ്യം മാത്രമാണ് മുന്നിലുള്ളത്. അവസര നിഷേധങ്ങൾക്കും അവഗണനകൾക്കും ഇടയിൽ മലയാളി താരം സഞ്ജു സാംസണ് ലോകകപ്പ് സ്ക്വാഡിലേക്ക് അവസരമുണ്ടാകുമോ എന്നതാണ് ആ ചോദ്യം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 5-ാം T20 മത്സരം ഇത് മാത്രമാണ് സഞ്ജുവിനെ സംബന്ധിച്ച അവസാന അവസരമായി മുന്നിലുള്ളത്. അഹമ്മദാബാദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇന്നത്തെ മത്സരം നടക്കാനായിരിക്കുന്നത്. കട്ടക്കിലും മുല്ലൻപൂരിലും ധർമ്മശാലയിലും ഉപനായകൻ ശുഭ്മാൻ ഗിൽ പരാജയപ്പെട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് തലതാഴ്ത്തി മടങ്ങുമ്പോൾ ഡഗൌട്ടിൽ പ്രതീക്ഷകളൊന്നുമില്ലാതെ സഞ്ജു സാംസൺ ഇരിക്കുന്നത് തീർച്ചയായിട്ടും മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് നിരാശയുണ്ടാക്കുന്ന കാഴ്ചയായി മാറിയിരുന്നു. പരമ്പരയിൽ ഗിൽ നേടിയത് വെറും 32 റൺസ് മാത്രമാണ്. T20 ഫോർമാറ്റിന് ചേർന്ന താരം പോലും അല്ലാഞ്ഞിട്ട് കൂടി വീണ്ടും അവസരങ്ങൾ നൽകി ഉപനായകനെ വളർത്തിയെടുക്കുക തന്നെയാണ് ഇവിടെ ടീം ഇന്ത്യ ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ സഞ്ജു സാംസനെ സംബന്ധിച്ച അവസരത്തിന്റെ മറ്റൊരു വാതിൽ തുറന്നു വന്നിരിക്കുകയാണ്. ഗില്ലിന് പരിക്കേറ്റ 5-ാം T20യിൽ നിന്ന് അദ്ദേഹം റോൾഡ് ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ള അപ്ഡേറ്റ് ആണ് ഇന്ന് രാവിലെ എത്തിയിരിക്കുന്നത്. ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജു സാംസൺ ആയിരിക്കും ഇന്നത്തെ മത്സരത്തിൽ ടീം ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ ഒരു എൻട്രിക്ക് തന്നെ ആരാധകർ കാത്തിരിക്കുകയാണ്. അഹമ്മദാബാദിൽ മികച്ച റെക്കോർഡുണ്ട് സഞ്ജുവിന്. 147 സ്ട്രൈക്ക് റേറ്റിൽ 155 റൺസ് 5 മത്സരങ്ങളിൽ സഞ്ജു നേടിയിട്ടുണ്ട്. ഒരു അർദ്ധ സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതോടെ തന്നെ T20 ലോകകപ്പ് സ്ക്വാഡ് പ്രഖ്യാപനം മുന്നിൽ കണ്ടുകൊണ്ട് ലഭിച്ച ഈ അവസരത്തിൽ സഞ്ജുവിനെ സംബന്ധിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടതായുണ്ട്. T20 ലോകകപ്പിന് മുന്നോടിയായി ന്യൂസിലാൻഡിനെതിരായ പരമ്പര മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. ഇതിലും 5 മത്സരങ്ങൾ തന്നെയാണ് ഉള്ളത്. പക്ഷേ ന്യൂസിലാൻഡിനെതിരായ സ്ക്വാഡ് പ്രഖ്യാപനത്തിനിറങ്ങുന്ന അതേ ടീമിനെ തന്നെയായിരിക്കും ടീം ഇന്ത്യ T20 ലോകകപ്പിനായും പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സഞ്ജുവിന്റെ പ്രകടനം തീർച്ചയായിട്ടും T20 ലോകകപ്പിലേക്കുള്ള എൻട്രി പോയിന്റായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും സഞ്ജുവിന്റെ ഉജ്ജ്വലമായ തിരിച്ചറിവുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.